എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബുക്ക് ദ മാജിക് ആണ് കേട്ടോ. അതിൽ തന്നെ മാജിക്കിലെ 28 ഡേയ്സ് പ്രാക്ടീസസ് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നും കമ്പൈൻ ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഒരു പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണല്ലേ 28 ഡേയ്സും പറയുന്നത്. ചെയ്തിട്ടുള്ളവർക്കറിയാം, എല്ലാത്തിലും മണി, ഹെൽത്ത്, നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രകടിപ്പിക്കാമെന്നുള്ള മാജിക്കൽ പ്രാക്ടീസസ് ആണ്. അപ്പം ഞാനത് ഫുള്ള് 28 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ നിന്നും ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്തു കേട്ടോ. പ്രാക്ടീസ് വേറൊന്നുമല്ല, അതിൽ പറയുന്നത് അത്രയും പ്രസൻറ്റിൽ നമുക്കുള്ള നമ്മുടെ നല്ല നല്ല റിലേഷൻഷിപ്സ്, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ ഹെൽത്ത്, ഇതിനൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നും ചെയ്തത്, പ്രസൻറ്റിൽ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്കാണല്ലേ നമ്മൾ നന്ദി പറയുന്നത്. അതിൽ ഞാൻ ഫ്യൂച്ചറിലും എഴുതാൻ തുടങ്ങി കേട്ടോ. ഫ്യൂച്ചറിൽ എഴുതുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ ഓൾറെഡി നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ മനസ്സിന് ഒരു കൺവിൻസിങ് കൂടെയാണ് കേട്ടോ. ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വസിപ്പിക്കുകയാണ്. അതുവഴി നമുക്ക് കിട്ടുന്ന നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഡൗട്ട്സ് മാറിക്കിട്ടും. നമുക്ക് കുറച്ച് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് എഴുതുന്ന രീതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. എപ്പോഴും എഴുതുന്നതല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തെ എടുത്തതിന് ശേഷം അതിനെ ഒരു ലെറ്റർ പോലെ എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനെ നമ്മൾ ലെറ്റർ പോലെ എഴുതിയതിന് ശേഷം ഞാനത് വായിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ ടൈം എഴുതുക. ആ ഒരു ലോങ് ടേം ആഗ്രഹത്തിനായി നിങ്ങൾ ഡെയിലി കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഒരു ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പോലെയാണ് ഞാനത് എഴുതിയിരുന്നത്. എനിക്കൊരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയതും എനിക്കൊരു കോൺഫിഡൻസ് നൽകിയതും ഷോർട്ട് ടേം ഗോൾസൊക്കെ ഞാൻ അതിൽ നിന്നും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വൈറ്റ് പേപ്പർ ആയാലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, നോട്ട്ബുക്ക് തന്നെ വേണമെന്നില്ല. ഡേറ്റ് ഞാൻ ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നമ്മുടെ മനസ്സിനെ ഒന്ന് കൺവിൻസ് ചെയ്യണം ആ ഒരു ആഗ്രഹം നേടിയെന്നുള്ളത്. അപ്പോൾ പ്രസൻറ്റിലുള്ള ഒരു ഡേറ്റാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ ഡേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഫ്യൂച്ചറിലെ ഡേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കൺവിൻസിങ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാണോ നിങ്ങൾ എഴുതുന്നത് ആ ദിവസത്തെ ഡേറ്റ് ഒന്ന് എഴുതുക കേട്ടോ. കാരണം നമ്മൾ ആ ഡേറ്റ് പിന്നെ വായിക്കുന്നില്ലെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ് പതിയുന്നത്, ഇന്നേ ദിവസം എനിക്ക് ഈ കാര്യം എനിക്ക് നടന്നിരുന്നു, എൻ്റെ ജീവിതത്തിൽ അതുണ്ട് എന്നുള്ളൊരു കൺവിൻസിങ്ങിന് വേണ്ടി ഞാൻ ഡേറ്റിൽ എന്നാണോ എഴുതുന്നത് ആ ദിവസത്തെ ഡേറ്റ് എഴുതി. ശേഷം തുടങ്ങിയത് ഡിയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. ലെറ്റർ ഫോമിലല്ലേ. അപ്പോൾ ഡിയർ യൂണിവേഴ്സ്, ശേഷം നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളോ ലോങ് ടേം ഗോളോ അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇയർ എങ്ങനെയായിരിക്കണമെന്ന് എഴുതാം. നിങ്ങൾക്ക് തൊട്ടടുത്ത മന്ത് എങ്ങനെ കടന്നു പോകണമെന്ന് നിങ്ങൾക്ക് എഴുതാം. എന്തും എഴുതാം നിങ്ങൾക്ക്, പക്ഷേ നേടിയെടുത്തതായി എഴുതുക എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എഴുതുന്ന സമയത്ത് ഞാൻ അതിൽ എഴുതിയിരുന്നത്, ഇപ്പോൾ എക്സാമ്പിളിന് എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് നേടിത്തന്ന്, അതിവേഗം നേടിത്തന്ന യൂണിവേഴ്സിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഞാൻ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് എൻ്റെ ഹൃദയം മുഴുവൻ നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. എല്ലാ സെൻറ്റൻസിലും നന്ദി എന്നുള്ള വാക്ക് എഴുതുക. അത്രയും എഴുതിയാൽ മാത്രമേ ആ ഒരു ഫീൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ശേഷം നിങ്ങൾ എഴുതുന്ന കാര്യം എന്താണോ അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കണം നിങ്ങൾ അതിൽ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിനും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു ജീവിതത്തിനും ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു ആഗ്രഹം എനിക്ക് ലഭിച്ചതിലൂടെ ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം, സമാധാനം, സന്തോഷം, ഇവയ്ക്ക് യൂണിവേഴ്സിനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇങ്ങനെയുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. എല്ലാ വാക്കിലും നിങ്ങൾ എന്താണോ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ആ ഒരു കാര്യം ലഭിച്ചതായും നിങ്ങളും കൂട്ടത്തെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആർക്കൊക്കെയാണോ അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് ആ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെ
എങ്ങനെ മാറുന്നു എന്നുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി എല്ലാത്തിനും എല്ലാ സെൻറ്റൻസിലും നന്ദി പറയുന്നു എന്ന് വേണം പറഞ്ഞെഴുതാൻ കേട്ടോ. കാരണം ആ ബുക്കിൽ പറയുന്നതെല്ലാം നന്ദിയെക്കുറിച്ചാണല്ലേ. അപ്പോൾ ഫ്യൂച്ചറിലെ കാര്യം നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നന്ദി എന്ന് പറഞ്ഞു വേണം നമ്മൾ അതിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ ആ ഒരു മാസം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നതിന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുന്നു എന്ന് എഴുതാം. ആ മാസം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചിലവുകളുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് അതാത് സമയങ്ങളിൽ എനിക്ക് നിറവേറാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന കാര്യങ്ങൾ എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ ആരോഗ്യപരമായി ആ ഒരു മാസം കടന്നു പോകാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് എഴുതാം. ഇനി 2026 എന്ന വർഷത്തിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ആ ഒരു വർഷത്തെ നിങ്ങൾക്ക് ഒരു ഇത്ര നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമല്ലോ. അതെല്ലാം നേടിയെടുത്തൊന്നും നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറി, എന്തൊക്കെ നിങ്ങൾ സെറ്റിലായി, നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ 2026 എന്ന വർഷത്തിൽ നേടിയെടുത്തു. ആ ഒരു സന്തോഷത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വത്തിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞാൻ സന്തോഷപരമായും സമാധാനപരമായും എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഞാൻ ആഗ്രഹമെന്ന് മാത്രം പറയുന്നില്ല, നിങ്ങളുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിനും നിങ്ങൾക്ക് ഈ ഫ്യൂച്ചറിൽ എത്ര എഴുതാം. വൺസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഡെയിലി വായിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. വീക്കിലി വൺസ് നിങ്ങൾക്ക് ഇതൊന്നെടുത്ത് വായിക്കാം, മനസ്സറിഞ്ഞൊന്ന് വായിക്കുക. ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് വായിക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ വായിച്ചു പോവുക. ഇനി ഷോർട്ട് ടേം ഗോൾസ് ആണ് എഴുതുന്നതെങ്കിൽ 7 ഡേയ്സിലൊരിക്കൽ മാറ്റി എഴുതുക. ആ ലെറ്ററിന് അടുത്തൊരു ആഗ്രഹത്തിന് എഴുതുക. അത് ഷോർട്ട് ടേം ഗോൾസ് നിങ്ങൾ 7 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെയാണ് മാറ്റി എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ 7 ദിവസം നിങ്ങൾ ഒരു ചെറിയൊരു നിങ്ങളുടെ ആഗ്രഹം എടുക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ ലെറ്റർ എഴുതുകയാണെങ്കിൽ ഡെയിലി വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. 7 ദിവസവും ഡെയിലി വായിക്കാൻ ശ്രമിക്കുക. ലോങ് ടേം ഗോൾ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വായിച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈ ലെറ്റർ എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ പ്രപഞ്ചശക്തിയോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു എന്നെഴുതിയിട്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 വട്ടം താങ്ക് യു പ്രകടിപ്പിക്കുക. കാരണം സീക്രട്ട് എന്ന ബുക്കിലായിക്കോട്ടെ മാജിക് എന്ന ബുക്കിലായിക്കോട്ടെ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുമ്പോൾ 3 വട്ടം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ലെറ്റർ നിങ്ങൾക്ക് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒന്ന് ആ കാര്യം, ആ ഒരു എനർജി, ഫ്യൂച്ചറിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം പെട്ടെന്ന് അലൈൻഡ് ആവാൻ തുടങ്ങും കേട്ടോ. കാരണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയാണ് എഴുതുന്നത്, അതൊരു ഇമോഷൻ കൂടിയാണ്. ആ ഒരു ഇമോഷൻ പെട്ടെന്ന് തന്നെ ആ ഒരു എനർജി അലൈൻമെൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് മാറും, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻസ്പയർഡ് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ആ ബുക്ക് ബേസ്ഡ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.